ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന പേരാമ്പ്ര MLA. അവർ TP രാമകൃഷ്ണനെ തോൽപ്പിച്ചാണ് അധികാരത്തിലേക്ക് എത്തിയത്. MLA ആയത് അവർ 5000 വോട്ടിനാണ് തോൽപ്പിച്ചത്. പക്ഷെ അതൊരു വലിയ ജയമാണ്, ഒരു സംശയമില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ എൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ വിജയമുണ്ടായതിൻ്റെ പിന്നിൽ തന്നെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ചില പ്രചരണ രീതികളൊക്കെ തന്നെയുണ്ട്. അതൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അവർ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചെന്ന് ഒരു നിലവിളക്ക് കൊളുത്തി എന്നുള്ളതും ആ നിലവിളക്ക് കൊളുത്തിയതിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വിവാദവും ഒക്കെ നമുക്കറിയാം. കാരണം അതിനുശേഷം സമസ്തയുടെയൊക്കെ തന്നെ ചില പ്രതികരണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്നിരുന്നു. കാരണം ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുന്നത് ശരിയല്ല എന്നും അത് അനിസ്ലാമികമാണെന്നും അങ്ങനെ അനിസ്ലാമികമായിട്ടുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഏതാണ്ട് ഒരു സെമി ഭീഷണിയുടെയൊക്കെ തലത്തിലുള്ള ഒരു പ്രസ്താവനയൊക്കെ തന്നെ വന്നിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ നാട്ടിലെ നിരവധി ആളുകൾ വലിയ തോതിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും, ആ സംഭവങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് അറിയണം. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും. നേരത്തെ PK അബ്ദുൾ റഹ്മാൻ ഇതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി വിസമ്മതിക്കുകയും പിന്നീട് നടൻ മമ്മൂട്ടിയൊക്കെ തന്നെ അദ്ദേഹം നിലവിളക്ക് കൊളുത്തേണ്ടതാണ്, പ്രകാശം പരക്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്തു. അദ്ദേഹത്തെ ഒന്നും മതത്തിൽ നിന്ന് ആരും ഇതുവരെ പുറത്താക്കിയിട്ടില്ല. പക്ഷെ നമുക്കറിയാം, സാധാരണ ആളുകൾക്ക്, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള വിഭാഗത്തിന് സമസ്തയടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ സ്ത്രീകൾ മുൻനിരയിലേക്ക് വരുന്നതിനൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ INL-ന്റെ അഹമ്മദ് ദേവർ കോവിൽ ജയിച്ചത്. കാരണം അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി ആയിരുന്നുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ വലിയ തോതിലുള്ള തരംഗം UDF-ന് അനുകൂലമായിട്ട് ഉണ്ടായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫാത്തിമ തഹ്ലിയ അവിടെ നിന്ന് ജയിച്ചു പോകുന്നത്. അതുപോലെ ജയന്തി രാജനൊക്കെ ജയിക്കേണ്ടതായിരുന്നു, ചെറിയ വോട്ടുകൾക്കാണ് അവർ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ എലത്തൂരിൽ നിന്നൊക്കെ വിദ്യാ ബാലകൃഷ്ണൻ ജയിച്ചതൊക്കെ ഈ വലിയൊരു തരംഗത്തിൽ അങ്ങോട്ട് പെട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ജയിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഇവരൊരു നിലവിളക്ക് കൊളുത്തി എന്നുള്ളത് ഇത്രമാത്രം വിഷയമാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ നിലവിളക്ക് കൊളുത്തിയതിനെതിരെ വലിയ ഓർത്തഡോക്സ് ആയിട്ട് യാഥാസ്ഥിതികമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ അത് മറ്റു സമുദായങ്ങളിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്താണ്, അത് രാഷ്ട്രീയമായിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ മുസ്ലിം ലീഗിനെ പോലെയുള്ള ആളുകളടക്കം മിണ്ടാതിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അടക്കം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സമസ്തയുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ആ സമസ്തയോട് ഇതിൻ്റെ പുറത്ത് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നും പരസ്യ പ്രസ്താവനകൾ കൊടുക്കരുത് എന്നുള്ളതും നിങ്ങൾ പറയണം. അങ്ങനെ കൊടുക്കരുതെന്ന് പറയുന്നതുകൊണ്ട് സമസ്ത കേൾക്കോ, ജെഫ്രി മുത്തുക്കോയ തങ്ങൾ കേൾക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ അവർ കുറച്ചുകൂടി നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അവരങ്ങനെ വലിയ ഓർത്തഡോക്സ് ആയിട്ടുള്ള യാഥാസ്ഥിതിക മെന്റാലിറ്റിയുള്ള ആളുകളാണെന്ന് മാത്രമേ ഉള്ളൂ. അവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. കാരണം ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താ ഉണ്ടാകാൻ പോകുന്നത്? നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ളൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന വ്യാപകമായിട്ടുള്ള പ്രചരണം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു MLA-മാരുടെ നമ്പർ പ്രതീഷ് വിശ്വനാഥനൊക്കെ പറയുന്ന പോലെ വളരെ കുറവാണ് UDF-ൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിമാരുടെ മതം അനുസരിച്ചും ജാതി അനുസരിച്ചുമുള്ള കണക്കെടുത്തുകൊണ്ട് വലിയ വിവാദങ്ങൾ ഇവിടെ സെൻകുമാറും അതുപോലെ ഷാജനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സമസ്തയടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് യഥാർത്ഥത്തിൽ രണ്ട് പാർട്ടികളെ മാത്രമേ ശക്തിപ്പെടുത്തൂ. അത് ഏത് പാർട്ടികളാണ്? ഒന്ന്, മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് നിലപാടെടുക്കുന്ന ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള SDP പോലുള്ള പാർട്ടികളിലേക്ക് ആളുകൾ കുറച്ചുകൂടി അടുക്കാൻ ഇത് ശക്തിപ്പെടും. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വോട്ടുകൾ കിട്ടണമെങ്കിൽ അവരുടെ മതാനുഷ്ഠാന പ്രകാരമല്ലാത്ത മറ്റു മതാനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ള നിലവിളക്ക് കത്തിക്കലൊക്കെ തന്നെ കത്തിക്കാൻ ഞങ്ങളുടെ ഈ പറഞ്ഞ സമുദായത്തിലുള്ള ആളുകൾ പോലും സമ്മർദ്ദത്തിലാവുകയും നിർബന്ധത്തിലാവുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വികാരപരമായി കാര്യങ്ങളെ സമീപിക്കുന്ന, വൈകാരികമായി കാര്യങ്ങളെ എടുക്കുന്ന നിരവധി ആളുകൾ മുസ്ലിം സമുദായത്തിലൊക്കെ ഉണ്ട്. അവരുടെ നമ്പർ കൂടി വരികയാണ്. ഒന്നുകിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ അവർക്ക് എഡ്യൂക്കേഷൻ നൽകിക്കൊണ്ട് വളരെ കൃത്യമായി കുറെ കൂടി ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ അവർക്ക് നൽകാൻ തയ്യാറാണോ, അത് സമസ്തക്കടക്കം നൽകാൻ തയ്യാറാണോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുമ്പോൾ ലയണൽ ആന്ദ്രിയാസ് മെസ്സിയോ ക്രിസ്ത്യാനോ റൊണാൾഡോയോ പോലും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, ബഹുദൈവ ആരാധനകൾക്ക് എതിരാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ പാട്ട് പോലും ഈ പറഞ്ഞ പോലെ പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ,
ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള സ്പർദ്ധയും അകൽച്ചയും കൂടും. ആ അകൽച്ച കൂടുന്നത് കൊണ്ട് വലിയ തോതിൽ ഗുണം കിട്ടാൻ പോകുന്നത് രണ്ട് ശക്തികൾക്കാണ്. ആ രണ്ട് ശക്തികളിൽ ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു മത മൗലികവാദികൾ എന്ന് വിളിക്കാവുന്ന ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ SDPIക്കും അതുപോലെ BFIക്ക് പോലെയുള്ള ഐഡിയോളജികൾക്ക് വലിയ ശക്തി കിട്ടും. അപ്പോൾ അവരുടെ പാർട്ടികളിലേക്ക് കൂടുതൽ ആളുകൾ ചേരും. യഥാർത്ഥത്തിൽ അത് ആരെയാണ് ഇകഴ്ത്തുക, ആരെയാണ് ഇല്ലാതാക്കുക എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിനെ ഒരുപാട് ഇല്ലാതാക്കുക. ഇപ്പം തന്നെ മുസ്ലിം ലീഗിന് അങ്ങനെ വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കാനുള്ള ശക്തികൾ കുറഞ്ഞു വരുന്നു എന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയ ശക്തി ഈ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിനകത്ത് മുസ്ലിം ലീഗിന് ഒറ്റക്ക് നിന്നാൽ പോലുമില്ല. പകരം അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ മറ്റ് SDPയുടെയും പോലും സപ്പോർട്ടുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മേടിക്കാൻ സഹിച്ചും തയ്യാറായത്. അതുപോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് നിർത്താനും ആ ഒരുമിച്ച് നിർത്തുന്ന വോട്ടുകൾ കൃത്യമായിട്ട് UDFന് കിട്ടാനും ഒക്കെ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ മതരാഷ്ട്രവാദമില്ല എന്ന് പറഞ്ഞ് വാദത്തിനൊന്നിക്കില്ല. കാരണം മുസ്ലിം ലീഗിനായിരിക്കും അതിന്റെ 90% വോട്ടുകളെയും സ്വാധീനിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കേരളത്തിൽ സംഭവിക്കുന്നത്. 70, 75, 80 ലക്ഷത്തോളം വോട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ഏതാണ്ട് 10, 15, 20 ലക്ഷം വോട്ടുകൾ മാത്രമേ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നുള്ളൂ. മുസ്ലിം ലീഗ് പോലെ മനസ്സിലാക്കണം. അതിൽ തന്നെ ബാക്കിയുള്ളത് മതേതര കക്ഷികളും അതിൽ തന്നെ ഈ പറയുന്ന ഫ്രിഞ്ച് എലമെന്റ്സുകളായിട്ടുള്ള മൗലികവാദികളായിട്ടുള്ള ഫണ്ടമെന്റൽസിന്റെ അടക്കം നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം അവരുടെ മീഡിയകളിലൂടെ മാധ്യമത്തിലൂടെയും മീഡിയ വണ്ടിലൂടെയും ഒക്കെയുള്ള പ്രചരണത്തിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അജണ്ട നിശ്ചയിച്ചു തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണൊഴുകി പോവുകയാണ്. താൽക്കാലിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിലും എന്നുള്ളത് മുസ്ലിം മനസ്സിലാക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം, ഇത് മറ്റൊരു സൈഡിൽ ആരെ ശക്തിപ്പെടുത്തും? മതേതര കക്ഷികളായിട്ടുള്ള CPMനെയോ കോൺഗ്രസിനെയോ ശക്തിപ്പെടുത്താൻ പോകുന്നില്ല. അത് ശക്തിപ്പെടുത്താൻ പോകുന്നത് BJPയെയും RSSനെയും സംഘപരിവാറിനെയും വിശ്വഹിന്ദു പരിഷത്തിനെയും പോലുള്ള സംഘടനകളെയാണ്. അപ്പോൾ ആ സംഘടനകളെയും കൂടി ഇതുകൊണ്ട് ശക്തിപ്പെടുത്താൻ പോകുന്ന ഒരു പ്രതിഭാസമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ തംബ്നെയിലിട്ടത് നിലവിളക്ക് കൊണ്ട് ലീഗിനെയും CPMനെയും കുത്തിക്കൊല്ലുന്നവന്നിട്ടത്. യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം ബാധിക്കാൻ പോകുന്നത് ലീഗിനെയാണ്. ലീഗിന് ഓൾറെഡി ഇപ്പോൾ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലീഗിൽ ഇത്തരത്തിലുള്ള അടികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ലീഗിന് പോലും ഇവർക്കെതിരെ നിലപാടെടുക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകൾക്കെതിരെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് CPMലിരിക്കുന്ന ഒരു ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ അതർ OB ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണങ്ങളൊക്കെ തന്നെ മൂക്കുമ്പോൾ അത് തീവ്ര BJPയിലേക്ക് ഒഴുകിപ്പോകാനും RSS സംഘപരിവാർ അജണ്ടകളിൽപ്പെട്ട് അതിലേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ കാണാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ നിലവിളക്ക് കൊണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിനും CPMനുമാണ് ഏറ്റവും വലിയ കുത്തേൽക്കുന്നത്, കൊല്ലപ്പെടാൻ പോകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം. കാരണം താൽക്കാലികമായി ഇത് കോൺഗ്രസ് സഹായിക്കുമെങ്കിലും കോൺഗ്രസിനും ഇത് വലിയ ലോങ് ടൈമിലേക്ക് വലിയ പരിക്കുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുള്ളതാണ് എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും വരുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ചടങ്ങിന് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്ന് ഫാത്തിമ തെഹ്രിയെ പോലെയുള്ള നിരവധി ആളുകൾ ചോദിക്കുകയും ചെയ്യണം. ഇനി ഗവൺമെന്റ് പരിപാടികളിൽ പോലും ഇത് ശ്രദ്ധിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ചർച്ചാ വിഷയമാവുകയും വെള്ളാപ്പള്ളി നടേശന്റെ യോഗത്തിന് ഞങ്ങളില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഏത് തരം ഇമ്പാക്റ്റ് ആണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുക, ഏത് തരത്തിലുള്ള വിഭജനമാണ് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ചാൽ പിടികിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ തംബ്നെയിൽ തന്നെ ഈ വീഡിയോ കൊടുത്തിട്ടുള്ളത്.